ഞാനൊരു മത്തിക്കറി ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു 1/2 കിലോ മത്തി എടുത്തിട്ട് ക്ലീൻ ചെയ്ത് 2ആക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് വേണ്ടത് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ചുവന്നുള്ളി. വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടില്ല. ഈ കറിക്ക് എനിക്ക് എന്തോ വെളുത്തുള്ളി ചേർത്ത് കഴിയുമ്പോൾ ടേസ്റ്റ് മാറുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് വെളുത്തുള്ളി ഇഷ്ടമാണെങ്കിൽ എടുക്കുക. ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടില്ല. പിന്നെ തക്കാളി അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ 2ആം പാലും 1ആം പാലും, കുടപ്പുളി ഇച്ചിരി ഉപ്പും ഇട്ടിട്ട് ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. പിന്നെ 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിന് അധികം മുളക് പൊടിയല്ല വേണ്ടത്, പച്ചമുളകിൻ്റെ എരിവാണ് ഇതിന് അധികം വേണ്ടത്. അതുകൊണ്ട് മുളക് പൊടി 1.5 സ്പൂൺ മതി. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്. നമുക്ക് കറി ഉണ്ടാക്കാം. ചട്ടിയിൽ എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഇഞ്ചി ഇടുന്നുണ്ട്. ഉള്ളി, പച്ചമുളക്, കറിവേപ്പില. ഇതൊന്ന് വഴറ്റാം. ഇഞ്ചിയും പച്ചമുളകും എല്ലാം വഴന്നിട്ടുണ്ട്. ഒരുപാട് വഴന്നു പോകരുത്, ഇത്രയും മതി. ഞാൻ അതിനകത്തേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം. മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി വഴന്ന് പേസ്റ്റ് പോലെ ആവണ്ട, ഒന്ന് വഴന്നാൽ മതി. തക്കാളി ഇപ്പോൾ വഴന്നിട്ടുണ്ട്, ഇത്രയും മതിയാവും, ഉടഞ്ഞു പോകരുത്. ഇനി നമുക്ക് പുളി വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ 2ആം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. കാരണം കറിക്ക് വെള്ളം വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ 2ആം പാലും കൂടി ഒഴിച്ചു കൊടുത്തു. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇത് നല്ലോണം തിളയ്ക്കണം. അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനെല്ലാം ഇട്ടത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഇളക്കി, വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പറ്റില്ല. അപ്പോൾ ഇളക്കി എല്ലാം യോജിപ്പിക്കുക. പുളിയും ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഇനി മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ നമ്മുടെ മത്തിക്കറിയിൽ മത്തിയൊക്കെ വെന്ത് ചാറ് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1ആം പാൽ. ഇനി ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒരു സെക്കൻഡ് ഒന്ന് ഇരിക്കട്ടെ. അത് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഓഫ് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നല്ല രുചിയുള്ള മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ചോറിൽ ഒഴിച്ച് കഴിക്കാനൊക്കെ നല്ല രുചിയാണിത്. കറി റെഡി.